നാഷണൽ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കുന്നതിന് അംഗീകാരം നൽകി ഇറാനിലെ ഉന്നത സുരക്ഷാ സമിതി. ഇസ്രയേലുമായി കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമയുദ്ധത്തിന് ശേഷമാണ് പുതിയ നീക്കം. ഇറാഖുമായി 1980കളിൽ നടന്ന യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിട്ട ഏറ്റവും വലിയ സൈനിക വെല്ലുവിളിയായിരുന്നു ഇസ്രയേലുമായി നടന്ന വ്യോമയുദ്ധം. ഇസ്രയേലിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെന്നും അവ കുറച്ചു കാണരുതെന്നും ഇറാൻ സൈനിക മേധാവി അമീർ ഹതാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഡിഫൻസ് കൗൺസിലിന് അധ്യക്ഷത വഹിക്കും. 3 സർക്കാർ ശാഖകളുടെ തലവന്മാർ, മുതിർന്ന സായുധ സേനാ കമാൻഡർമാർ, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുക, ഇറാനിലെ സായുധ സേനയുടെ കഴിവുകൾ കേന്ദ്രീകൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നാഷണൽ ഡിഫൻസ് കൗൺസിൽ ലക്ഷ്യം വെക്കുക. അതേസമയം ഇറാന് നേരെ വീണ്ടും ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലുമായി 12 ദിവസം നീണ്ട യുദ്ധത്തിൽ നൽകിയ പ്രഹരത്തേക്കാൾ വലുതായിരിക്കും അതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ സർക്കാർ TV വഴി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് US-ഉം ഇസ്രയേലും പുതിയ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഖമീനി അറിയിച്ചത്. ഇതിനിടെ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാതെ US-ഉമായി ആണവ ചർച്ചയ്ക്കില്ലെന്ന് പാർലമെന്റ് വ്യക്തമാക്കി. ആക്രമണം നടത്തില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം ഇറാനിൽ US നടത്തിയ ആക്രമണത്തിൽ ഒരു ആണവ കേന്ദ്രത്തിന് മാത്രമാണ് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇവ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് US-ന്റെ വിലയിരുത്തലെന്ന് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നഥാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ എന്നിവിടങ്ങളിലാണ് US ആക്രമണം നടത്തിയത്. ഇതിൽ ഫോർഡോ ആണവ കേന്ദ്രം മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും നഥാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുതിർന്ന US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തതിനാൽ നഥാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിൽ ഇറാന് ആണവ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന് വേണമെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ ഇത് തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തലും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിനെ സംബന്ധിച്ച് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു. അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു പ്രതികരണം. എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ താരിഫുകളെ ചൊല്ലി നിലനിൽക്കുന്ന തർക്കത്തിലും ഇന്ത്യയെ ശക്തമായി പിന്തുണച്ച് ഇറാൻ രംഗത്തെത്തിയിരുന്നു. അമേരിക്ക വ്യാപാരത്തെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് ഇറാൻ പറഞ്ഞു. സാമ്പത്തിക സാമ്രാജ്യത്വത്തിനെതിരെ ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കേണ്ടതിന്റെയും വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സഖ്യം സൃഷ്ടിക്കേണ്ടതിന്റെയും ആവശ്യകതയും ഇറാൻ സൂചിപ്പിച്ചു. ഇറാനുമായി വ്യാപാരം നടത്തുന്നതിന് നിരവധി ഇന്ത്യൻ കമ്പനികൾക്ക് US വിലക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇറാൻ സർക്കാരിന്റെ ഈ പ്രസ്താവന. ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ സൗഹൃദം പുരാതനമാണ്. രാജവംശങ്ങളും മതങ്ങളും മാറിയെങ്കിലും ബന്ധം ശക്തമായി തുടരുന്നു. നമ്മുടെ ഭാഷ, കലാ, സംസ്കാരം എന്നിവയിലൂടെ അത് തുടരുന്നു. കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച ദൃഢമായ ബന്ധമാണിതെന്നും ഇറാൻ പറഞ്ഞു. നേരത്തെ ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ഇന്ത്യയോട് ഇറാൻ പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുന്ന യഥാർത്ഥവും വിലമതിക്കാനാവാത്തതുമായ പിന്തുണയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നുവെന്നും ഇറാൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.